ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് നിർമ്മാതാവ് സജിമോൻ പാറയിലും ഒപ്പം നടി രഞ്ജിനിയും സമർപ്പിച്ച അപ്പീൽ ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. ഉമേഷ്, ഈ വാർത്തയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭാഗങ്ങൾ അത് പുറത്തുവിടുന്നത് തടയണം എന്നതാണ് ഈ ഹർജിയിലെ പ്രധാന ആവശ്യം. സിംഗിൾ ബെഞ്ച് അതിൽ കൃത്യമായൊരു നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയിരിക്കുന്നത് അപ്പീൽ ഹർജിയുമായാണ്. എപ്പോഴേക്കായിരിക്കും കേസ് പരിഗണനയിൽ വരിക? കാവ്യ, യഥാർത്ഥത്തിൽ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് സമർപ്പിച്ച ഹർജികളായിരുന്നു ഈ സജിമോൻ പാറയിലിൻ്റെയും നടി രഞ്ജിനിയുടെയും. സജിമോൻ പാറയിലിൻ്റെ ആവശ്യം ഇതിൽ സ്വകാര്യതയുണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നൊരാവശ്യം ഉന്നയിച്ചായിരുന്നു നേരത്തെ സജിമോൻ പാറയിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ആ ഹർജിയിൽ വിശദമായ വാദം കേട്ട സിംഗിൾ ബെഞ്ച് സജിമോൻ പാറയിലിൻ്റെ ഹർജി തള്ളുകയും ചെയ്തു. റിപ്പോർട്ട് പുറത്തുവിടാം എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ആ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ, അതായത് ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയാണ് സജിമോൻ പാറയിൽ അപ്പീൽ സമർപ്പിച്ചത്. ആ അപ്പീലാണ് ഇന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് അതിൽ വാദം കേൾക്കാൻ പോകുന്നത്. ഒപ്പം നടി രഞ്ജിനിയുടെയും സമാന തരത്തിൽ, അതായത് സജിമോൻ പാറയിലിൻ്റെ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത്, കാരണം അതിൽ വളരെ രഹസ്യമായ പല മൊഴികളുമുണ്ട്. ആ മൊഴിയിലെ സ്വകാര്യത കമ്മീഷൻ ഉറപ്പുവരുത്തിയതാണ്. അതുകൊണ്ട് എന്തൊക്കെ പുറത്തു വരും എന്ന ആശങ്കയുണ്ട്. താൻ ഉൾപ്പെടെ അവിടെ മൊഴി കൊടുത്തതാണ്. ആ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമോ എന്നുള്ള ആശങ്ക തനിക്കുണ്ട്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നൊരാവശ്യപ്പെട്ട് രഞ്ജിനിയും ഹർജി സമർപ്പിച്ചിരുന്നു. ആ ഹർജിയും സിംഗിൾ ബെഞ്ച് തള്ളി. രഞ്ജിനിയും സമാനമായ രീതിയിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് അപ്പീലുകളാണ് ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. രണ്ടുപേരുടെയും ആവശ്യം ഒന്ന് തന്നെയാണ്, റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുള്ളതാണ്. പക്ഷേ കോടതി ചോദിച്ചത് റിപ്പോർട്ട് ഇതിനകം തന്നെ പുറത്തു വന്ന് കഴിഞ്ഞില്ലേ, അപ്പോൾ ഇനി അപ്പീലുകൾക്ക് എന്താണ് പ്രസക്തി എന്ന് കോടതി ചോദിച്ചു. മാത്രമല്ല, ഇത് അക്കാദമിക് ചർച്ചയാക്കാനുള്ള ഒരു വേദിയല്ല കോടതി. മാത്രമല്ല, ഈ പുറത്തു വന്ന റിപ്പോർട്ടിൽ ആ സ്വകാര്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അപ്പീലുമായി മുന്നോട്ട് പോകുന്നത് എന്ന് കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഹർജിക്കാർ പറഞ്ഞത് ഇതിൽ കൂടുതൽ വാദങ്ങൾ ഉന്നയിക്കാനുണ്ട്, വളരെ പ്രധാനപ്പെട്ട ചില വാദങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അപ്പീലുകളിൽ കോടതി ഇന്ന് വാദം കേൾക്കുന്നത്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ അത് കോടതിയുടെ പരിഗണനയിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാവ്യ.